കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അഡീഷൻ്റെ കേസ് നമ്മൾ നോക്കി. അടുത്തത് സബ്ട്രാക്ഷൻ്റെ കേസാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A = 1/3, B = 2/3, C = 4/3 എന്ന് പറഞ്ഞെടുത്തു. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് A - B - C = A - B - C ആണോ എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് A - B - C നോക്കാം അല്ലേ. A എത്രയാണ്? 1/3 മൈനസ് B എത്രയാണ്? 2/3 മൈനസ് C എത്രയാണ്? 4/3 ഇസ് ഈക്വൽ ടു 1/3 മൈനസ്, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലേ, അതുകൊണ്ട് 3 എഴുതി. 2 - 4, 2 - 4 എത്രയാണ്? -2 അല്ലേ. ഇസ് ഈക്വൽ ടു 1/3 മൈനസും മൈനസും കൂടെ എന്തായി മാറും? പ്ലസ് അല്ലേ. പ്ലസ് 2/3 എന്ന് വന്നു. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അതുകൊണ്ട് 3 എന്ന് എഴുതി. 1 + 2 എത്ര വന്നു? 3. 3/3 എന്ന് വന്നു. 3/3 എത്രയാണ്? 1 അല്ലേ. അടുത്തത് നമ്മൾ നോക്കേണ്ടത് A - B - C ആണ്. A - B - C. A എത്രയായിരുന്നു? 1/3 മൈനസ് B എത്രയായിരുന്നു? 2/3 മൈനസ് C എത്രയാണ്? 4/3 അല്ലേ. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആണ്, 3. 1 - 2 എത്ര വന്നു? 1 - 2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ. മൈനസ് 4/3 എന്ന് വന്നു. ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, 3. -1 - 4 അല്ലേ. -1 - 4 എത്രയാണ്? -5 അല്ലേ. -5/3 എന്ന് വന്നു. നമുക്ക് ആദ്യം ചെയ്തപ്പോൾ A - B - C ചെയ്തപ്പോൾ എത്രയായിരുന്നു കിട്ടിയത്? 1 ആയിരുന്നു. A - B - C ചെയ്തപ്പോൾ എത്രയാണ് കിട്ടി? -5/3 അല്ലേ. അപ്പോൾ 1 നോട്ട് ഈക്വൽ ടു -5/3 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം A - B - C നോട്ട് ഈക്വൽ ടു A - B - C ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് എടുക്കാം. പറയാം, ഒന്നും കൂടി പറയാം. 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A, B, C. A - B - C ചെയ്തപ്പോൾ എത്രയായിരുന്നു? 1 കിട്ടി. അടുത്ത ചെയ്തത് A - B - C ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? -5/3 വന്നല്ലേ. അപ്പോൾ രണ്ടും നോട്ട് ഈക്വൽ ആണല്ലേ. 1 നോട്ട് ഈക്വൽ ടു -5/3 ആണ്. അപ്പോൾ ആ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. A - B - C നോട്ട് ഈക്വൽ ടു A - B - C എന്ന് കിട്ടി അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ?